ചില ആളുകൾ ചില സമയങ്ങളിൽ പറയുന്നത് കേട്ടിട്ടില്ല. നീ എന്നോട് ഇങ്ങോട്ട് ഒന്നും പറയണ്ട കേട്ടാ, എന്നെ പഠിപ്പിക്കാൻ നീ വരണ്ട, ഞാൻ പറയുന്നത് അങ്ങോട്ട് കേട്ടാ മതി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ചില ആളുകൾ പറയും, അയ്യോ എന്നെ കൊണ്ടൊന്നും കഴിയില്ല കേട്ടാ, നീ വിചാരിച്ച ചിലപ്പോൾ നടക്കും, നീ ഒന്ന് ശ്രമിച്ചു നോക്കിയേ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ചില ആളുകൾ പറയും, എന്നെ കൊണ്ട് ഒന്നും കൂട്ടിയിട്ടില്ല ചേട്ടാ, നീയും ഏതാണ്ട് അതുപോലെയൊക്കെ തന്നെയാണ്, നിന്നെ കൊണ്ടും ഒന്നും കഴിയില്ല, അതുകൊണ്ട് നമ്മൾ രണ്ടാളെ കൊണ്ടും ഒന്നും കൂട്ടിയേ പറ്റില്ല ചേട്ടാ എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. ചില ആൾക്കാർ അങ്ങനെയല്ല, നീ വാ നമുക്ക് ഒരുമിച്ച് പോവാം, നമുക്കിത് ഒരുമിച്ച് ചെയ്യാം, ഓക്കെ നമുക്കിത് അടിപൊളിയാക്കാം എന്ന് പറയുന്ന ആളുകളുണ്ട്. അപ്പൊ എന്തുകൊണ്ടാണ് ആളുകൾ ഇങ്ങനെ പറയണമെന്നുള്ളതല്ലേ, നമുക്കൊന്ന് നോക്കാം. നമസ്കാരം, ബിനോജ് മാഷ് VC ടോക്സിന്റെ പുതിയ വർത്തമാനത്തിലേക്ക് എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാർക്ക് ഹൃദയം നിറഞ്ഞ സ്വാഗതം. ഇന്നത്തെ കൊച്ചു വർത്തമാനം എന്ന് പറയുന്നത് ആളുകളുടെ ജീവിത നിലപാടുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്, അല്ലെങ്കിൽ ആളുകളുടെ മനോഭാവവുമായി ബന്ധപ്പെട്ട ചില കാര്യങ്ങളാണ്. എന്താണ് ഈ ജീവിത നിലപാടും അതുപോലെ തന്നെ മനോഭാവങ്ങളൊക്കെ തമ്മിലുള്ള ബന്ധം എന്താണെന്നുള്ളത്? ഇത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ എറിക് ബേണിന്റെ ട്രാൻസാക്ഷണൽ സൈക്കോളജി, ഈ വിനിമയ അപഗ്രഥനം എന്ന രീതിയിലുള്ള ഒരു മനഃശാസ്ത്രമുണ്ട്. ആ മനഃശാസ്ത്രം പറയുന്ന ചില കാര്യങ്ങളാണ് ഞാനിന്ന് പ്രിയപ്പെട്ടവരുമായിട്ട് പങ്കുവെക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. അപ്പോൾ ഞാൻ തന്നെ ഇതിനു മുമ്പുള്ള ചില വർത്തമാനങ്ങളിൽ പറഞ്ഞു വെച്ചൊരു കാര്യമുണ്ട്. ഒരു ABC സിദ്ധാന്തമുണ്ട്, നമ്മൾ പറഞ്ഞു വെച്ചതാണ്. ഈ ABC സിദ്ധാന്തം എന്ന് പറയുന്നത് പലപ്പോഴും നമ്മളുടെ മനോഭാവമാണ്, അല്ലെ, നമ്മളുടെ മനോനിലകളാണ് നമ്മളുടെ പെരുമാറ്റങ്ങളായി മാറുന്നത്. ഈ പെരുമാറ്റങ്ങളാണ് നമ്മളുടെ സ്വഭാവമായി മാറുന്നത്. ഇതിനെ ക്യാരക്ടർ അല്ലെങ്കിൽ ക്യാരക്ടർ, അതുപോലെ തന്നെ ബിഹേവിയർ, ആറ്റിറ്റ്യൂഡ്, ABC പ്രിൻസിപ്പിൾ എന്ന രീതിയിലാണ് ഇത് പറയാറുള്ളത്. അപ്പോൾ ഈ മനോഭാവങ്ങളാണ് പലപ്പോഴും നമ്മുടെ സ്വഭാവമായിട്ട് മാറുക. സ്വഭാവമാണ് നമ്മളുടെ ഭാവി തീരുമാനിക്കുന്നത്, നമ്മുടെ വിധി തീരുമാനിക്കുന്നത്, അല്ലേ? അങ്ങനെ നമ്മുടെ ജീവിതം തന്നെ തീരുമാനിക്കുന്ന നമ്മുടെ സ്വഭാവങ്ങളാണ്. അപ്പോൾ ഇതിന് നമ്മളുടെ ലൈഫ് പൊസിഷൻ അല്ലെങ്കിൽ ജീവിത നിലപാടിന് എത്ര കണ്ട് ഈ ക്യാരക്ടർ വരുന്നതിലേക്ക് പങ്കുണ്ട് എന്നുള്ളതാണ് TA സൈക്കോളജി, ഈ ട്രാൻസാക്ഷൻ അനാലിസിസിന്റെ മനഃശാസ്ത്ര വിഭാഗം എങ്ങനെയാണ് പറയുന്നത് എന്നാണ് ഇന്നത്തെ കൊച്ചു വർത്തമാനത്തിൽ ഞാൻ എൻ്റെ പ്രിയപ്പെട്ടവരുമായി പങ്കുവെക്കാൻ വേണ്ടി ആഗ്രഹിക്കുന്നത്. ഈ ട്രാൻസാക്ഷൻ അനാലിസിസിനെ സംബന്ധിച്ച് വളരെ ആഴത്തിലേക്കൊന്നും പറയുന്നില്ല. ഈ 4 ആശയങ്ങളാണ് ഞാൻ ഇന്നിവിടെ പറഞ്ഞു വെക്കാൻ വേണ്ടി പോകുന്നത്. പലതരത്തിലുള്ള ആളുകളെ നമ്മൾ പറയും. ചില ആൾക്കാർ ഭയങ്കര അസർട്ടീവായിട്ടുള്ള ആളുകളാണ്, അല്ലെ, അവർ ഭയങ്കര ദൃഢനിശ്ചയമുള്ള ആളുകളാണ്, ഉറച്ച തീരുമാനമുള്ള ആളുകളെന്നൊക്കെ പറയും. ചില ആളുകൾ അങ്ങനെയല്ല, ഭയങ്കര സബ്മിസീവായിട്ടുള്ള, വിധേയത്വമുള്ള, എപ്പോഴും വഴിപ്പെട്ടുകൊണ്ടിരിക്കുന്ന, മറ്റുള്ളവർ പറയുന്നത് അതുപോലെ തന്നെ ചെയ്യാമെന്ന് അങ്ങനെ ഒരു തടസ്സങ്ങളും ഇല്ലാതെ പറഞ്ഞു പോകുന്ന സബ്മിസീവായിട്ടുള്ള ആളുകളുണ്ട്. ചില ആളുകൾ ഭയങ്കര പെസിമിസ്റ്റുകളാണ്, എല്ലാത്തിനും നെഗറ്റീവ് ആറ്റിറ്റ്യൂഡ് എന്നൊക്കെ പറയില്ലേ, എതിര് പറയുന്ന ആൾക്കാരാണ്. ഒന്നും നടക്കില്ലടോ, തന്നെ കൊണ്ടൊന്നും കൂട്ടിയേ പറ്റില്ലടോ എന്നൊക്കെ പറയുന്ന പെസിമിസ്റ്റുകളായിട്ടുള്ള ആളുകളുണ്ട്. ഓട്ടോക്രാറ്റുകളായിട്ടുള്ള ആളുകളുണ്ട്, അല്ലെ, ഒരു ഏകാധിപത്യ സ്വഭാവമുള്ള ആളുകളുണ്ട്. അതുപോലെ തന്നെ സുപ്പീരിയോറിറ്റി കോംപ്ലക്സ് എന്നൊക്കെ പറഞ്ഞിട്ട് ആ രീതിയിലൊക്കെ ഉള്ള ആളുകളുണ്ട്. അപ്പൊ എങ്ങനെയൊക്കെയാണ് ഈ രീതിയിലേക്ക് മനുഷ്യൻ വരുന്നത് എന്നതാണ് TA പറഞ്ഞു വെക്കുന്നത്, ട്രാൻസാക്ഷണൽ അനാലിസിസ് പറഞ്ഞു വെക്കുന്നത്. ഈ ട്രാൻസാക്ഷൻ അനാലിസിസ് പ്രധാനമായും 4 തരത്തിലുള്ള ലൈഫ് പൊസിഷനാണ്, ജീവിത നിലപാടുകളാണ് പറയുന്നത്. ഇതിനു മുമ്പായി അതിൽ തന്നെ വരുന്നൊരു കഥയുണ്ട്, ഒരു ഫെയറി ടെയിൽ എന്ന രീതിയിൽ, ഒരു ആംഗലേയ കഥയാണ്. ആ ഒരു സാഹിത്യത്തിൽ, ആംഗലേയ സാഹിത്യത്തിൽ ഈ കഥ നിങ്ങളെല്ലാവരും കേട്ടിരിക്കുന്നതാണ് മനസ്സിലാക്കുന്നത്. ആ കഥ ഇങ്ങനെയാണ്: പണ്ടൊരു മന്ത്രവാദിയിൽ നിന്ന് ശാപം ലഭിച്ച് ഒരു രാജകുമാരൻ തവളയായി, കൂപമണ്ഡൂകം എന്ന രീതിയിൽ ഒരു കുളത്തിൽ ജീവിക്കുന്നുണ്ട്. അപ്പോൾ ആ സമയത്ത് അവിടെ ഉള്ള ഒരു രാജ്ഞി, രാജകുമാരി പന്ത് കളിക്കുന്നുണ്ട്. അപ്പൊ ഈ പന്ത് കളിച്ച് ഈ പന്ത് ഈ കുളത്തിലേക്ക് അല്ലെങ്കിൽ കിണറിലേക്ക് വീഴുന്നുണ്ട്. അപ്പൊ ഈ രാജകുമാരന് കിട്ടിയിട്ടുള്ള ശാപം എന്ന് പറയുന്നത്, നീ തവളയായി മാറട്ടെ എന്നും പിന്നീട് നിനക്ക് പഴയ രൂപം വീണ്ടും കിട്ടണമെങ്കിൽ ഏതെങ്കിലും ഒരു രാജകുമാരി നിന്നോടൊപ്പം ഭക്ഷണം കഴിക്കുകയും നിന്നോടൊപ്പം കിടന്നുറങ്ങുകയും ചെയ്താൽ നിനക്ക് രാജാവായി മാറാം എന്നുള്ളതാണ്. അപ്പൊ ഈ കഥയിൽ രാജകുമാരി പന്ത് കളിക്കുമ്പോൾ പന്ത് ഈ കുളത്തിലേക്ക് വീഴുന്നു. വിഷമിച്ചിരിക്കുന്ന രാജകുമാരിയോട് തവള പോയി പറയുന്നുണ്ട്, ഈ പന്ത് ഞാൻ എടുത്തു തരാം, പക്ഷെ നീ ഒരു കാര്യം ചെയ്യണം, നിന്റെ കൂടെ എന്നെ ഭക്ഷണം കഴിക്കാൻ ഇരുത്തണം.
അതുമാത്രമല്ല, നീ കിടക്കുമ്പോൾ എന്നെ കൂടെ കിടത്തുകയും വേണമെന്ന് പറഞ്ഞു. രാജകുമാരി ആകെ ഒന്ന് അന്താളിച്ചു ആദ്യം. പക്ഷെ പിന്നീട് എന്ത് ചെയ്തു? തനിക്ക് അത്രമേൽ ഇഷ്ടപ്പെട്ട പന്ത് കിട്ടണ്ടേ, സമ്മതിച്ചു. അങ്ങനെ ഈ തവള കുളത്തിൽ നിന്ന് പന്തെടുത്ത് രാജകുമാരിക്ക് കൊടുക്കുന്നുണ്ട്. അങ്ങനെ രാജകുമാരിക്ക് സന്തോഷമായി. പക്ഷെ രാജകുമാരി ഇത് മറന്നിട്ട് തൻ്റെ കൊട്ടാരത്തിലേക്ക് പോയി. പക്ഷെ കൊട്ടാരത്തിൽ ഭക്ഷണം കഴിക്കുമ്പോൾ വാതിലൊരു മുട്ടി കേൾക്കുന്നത് ഈ തവളച്ചാരി പറഞ്ഞു, രാജകുമാരി എനിക്കൊരു വാക്ക് തന്നിരുന്നു രാജാവേ, അതവർ മറന്നു എന്നാ തോന്നണേന്ന് പറഞ്ഞു. രാജാവ് രാജകുമാരിയോട് ചോദിക്കുന്നുണ്ട്, നീ ആർക്കെങ്കിലും വാക്ക് കൊടുത്തിരുന്നോ? അപ്പൊ രാജകുമാരി നുണ പറയാത്തത് കൊണ്ട് തന്നെ പറഞ്ഞു, ഇങ്ങനൊരു കഥ ഉണ്ടായിട്ടുണ്ട്, ഇങ്ങനൊരു സംഭവം ഉണ്ടായിട്ടുണ്ടെന്ന് പറയുന്നു. അപ്പൊ രാജാവിന്റെ നിർദ്ദേശം അനുസരിച്ച് തവള രാജകുമാരിയോടൊപ്പം ഭക്ഷണം കഴിക്കുന്നു. രാജകുമാരി തന്നോടൊപ്പം കൊണ്ടുപോയി ഈ കിടക്കയിൽ കിടത്തുന്നുണ്ട്. അങ്ങനെ ഈ കിടക്കയിൽ കിടന്ന് ഒരു കുറച്ച് സമയം കഴിയുമ്പോഴാണ് ഈ പറയുന്ന രാജകുമാരന് തൻ്റെ പഴയ ആ രൂപം തിരിച്ചു കിട്ടുന്നത്. കണ്ണു തുറന്നപ്പോൾ രാജകുമാരിക്ക് ആകെ അമ്പരപ്പായി, വലിയ സന്തോഷമായി. അങ്ങനെയാണ് ആ കഥ. അപ്പൊ ഇവിടെ ഈ കഥ പറയാനുള്ള കാര്യം എന്താണെന്നുള്ളതല്ലേ, പലപ്പോഴും നമ്മളെല്ലാവരും കൂപമണ്ഡൂകങ്ങളെ പോലെ ആയി മാറുന്നത് ചില ശാപവാക്കുകൾ ഏറ്റിട്ടാന്നാ പറയാ. ആ ശാപവാക്കുകൾ ആരുടെയുമല്ല, ഒരുപക്ഷെ നമ്മളുടെ കൂടെയുള്ള ആളുകളുടെ ആവാം, രക്ഷിതാക്കളുടെ ആവാം, സമൂഹത്തിന്റെ ആവാം. അങ്ങനെയാണ് പറയുന്നത്. ജനിക്കുമ്പോൾ നമ്മളെല്ലാവരും അല്ലെ രാജാവിനെ പോലെ രാജകുമാരിയെ പോലെ ജനിക്കുന്നത്. അതാണ് ഏറ്റവും വലിയ പ്രത്യേകത. പക്ഷെ പിന്നീട് നമ്മൾ ഒരു തവളയുടെ സ്വഭാവത്തിലേക്ക് ഒരു കൂപമണ്ഡൂകമായി മാറുന്നത് ഈ സമൂഹം നമ്മളിലേക്ക് തരുന്ന ചില സ്ട്രോക്കുകളുടെ അല്ലെ ആ ഒരു എന്താ പറയുക കൊടുക്കൽ വാങ്ങലുകൾ, അല്ലെങ്കിൽ ചില വാക്കുകളുടെ ചില പ്രയോഗങ്ങളുടെയൊക്കെ ഭാഗമായിട്ടാണ് നമ്മൾ ഈ പറയുന്ന കൂപമണ്ഡൂകമായിട്ട് മാറുന്നത്. അപ്പൊ ഏതൊക്കെ രീതിയിലേക്കാണ് നമ്മൾ മാറണം എന്നുള്ളതല്ലേ, അതാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. തിരിച്ചു വരാനുള്ള മാർഗവും ഇതിൽ തന്നെ പറയുന്നുണ്ട്, നന്നായി കേൾക്കണേ. അപ്പൊ ഇതിൽ ഏറ്റവും പ്രധാനപ്പെട്ട ഒരു അവസ്ഥ എന്ന് പറയുന്നത് ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്ന് പറയുന്ന ഒരവസ്ഥയാണ്. ഇതെന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ആളുകൾ ഭയങ്കര ഹോപ്പിൽ ഒരു തരത്തിലുള്ള പ്രതീക്ഷയും ഇല്ലാത്ത ആളുകളായിരിക്കും, തികഞ്ഞ നിരാശയുള്ള ആളുകളായിരിക്കും. അപ്പൊ ഇവിടെ TA ഓക്കെ എന്ന് പറയുന്നത് എന്താണെന്നറിയോ? നല്ല ശാന്തിയുള്ള ഒരു മനോനില, നല്ല സമാധാനമുള്ള ഒരു മനോനില, നല്ല സംതൃപ്തിയുള്ള ഒരു മനോനില, നല്ല സന്തോഷമുള്ള ഒരു മനോനില, അല്ലെങ്കിൽ നല്ല ലക്ഷ്യബോധമുള്ള ആസൂത്രണമുള്ള ഒരു മനോനില. ഇതാണ് ഓക്കെ എന്ന് പറയുന്ന സ്റ്റേറ്റിലൂടെ TA സൈക്കോളജി പറഞ്ഞു വെക്കുന്നത്. അപ്പൊ ആദ്യത്തെ ഒരു മനോനില അല്ലെങ്കിൽ ഒരു ജീവിത നിലപാടെന്ന് പറയുന്നത് കൂടുതൽ ആളുകളുടെയും ഇങ്ങനെയായിരിക്കും. ഐ ആം നോട്ട് ഓക്കെ, എനിക്കിതൊന്നുമില്ല, നിനക്കും ഇതൊന്നുമില്ല, നിങ്ങൾക്കും ഒന്നുമില്ല, എന്നെ ഒന്നിനും കൊള്ളത്തില്ല, നിങ്ങളെയും ഒന്നിനും കൊള്ളത്തില്ല എന്ന് പറയുന്ന ഒരു മനോനില നമ്മളിലൊക്കെ കാണാമെന്നുള്ളതാണ്. അപ്പൊ ഈ ഒരു നിലപാട് ജീവിതത്തിലുള്ള ആളുകളുടെ അവസ്ഥ എന്താണെന്നറിയോ? ഇവരെല്ലായിടത്തും കൂടുതലും പരാജയങ്ങളായിരിക്കും എന്നുള്ളതാണ്. തൊഴിലിടങ്ങളിൽ ഇവർക്ക് ഇങ്ങനെ ട്രാൻസ്ഫർ ഒക്കെ കിട്ടിക്കൊണ്ടേയിരിക്കും. തനിക്ക് ഇതൊന്നും കൂട്ടിയേ പറ്റില്ല എന്ന ധാരണ ഇവർക്ക് ഉണ്ടാവുക. തനിക്ക് മാത്രമല്ല അപ്പുറത്തിരിക്കുന്ന ആൾക്കും ഇതൊന്നും ചെയ്യാൻ കഴിയില്ല എന്നുള്ള ധാരണയാണ് ഇവർക്ക് ഉണ്ടായിരിക്കുക. അതിനേക്കാൾ അപ്പുറത്ത് ഈ നില വളരെ അപകടകരമായ ഒരു ജീവിത നിലയാണ്. കാരണം ഇതാണ് പലപ്പോഴും ആളുകളെ ലഹരിയിലേക്കൊക്കെ അല്ലേ, അല്ലെങ്കിൽ മരണത്തിലേക്ക്, ആത്മഹത്യയിലേക്ക് കൊണ്ടുപോകുന്നത് ഈ മനോനിലയാണ്. ഐ ആം നോട്ട് ഓക്കെ, യു ആർ നോട്ട് ഓക്കെ. എന്നെ ഒന്നിനും കൊള്ളത്തില്ല, നിങ്ങളെയും ഒന്നിനും കൊള്ളത്തില്ല, സമൂഹത്തിന് ഒരു വിശ്വാസവുമില്ല, അവനവനെയും വിശ്വാസമില്ലാത്ത അവസ്ഥ. ഇത് അത്രമേൽ അപകടകരമായ ഒരു ജീവിത നിലപാടാണ്. ഈ നിലപാടുള്ള കുറേ ആളുകളെ നമുക്ക് സമൂഹത്തിൽ കാണാം. ഞാനിത് കൊച്ചു വർത്തമാനമായതുകൊണ്ട് ഇതിൻ്റെ ആഴങ്ങളിലേക്ക് പോകുന്നില്ല. പരിശീലന ക്ലാസ്സുകളിലൊക്കെ ഇതുമായി ബന്ധപ്പെട്ട ഒരുപാട് കഥകളും അവതരണങ്ങളും ഒക്കെ നടത്താറുണ്ട്. രണ്ടാമത്തെ ഒരു മനോനില എന്ന് പറയുന്നത് ഐ ആം നോട്ട് ഓക്കെ, എന്നെ ഒന്നിനും കൊള്ളത്തില്ല, ബട്ട് യു ആർ ഓക്കെ, എന്നെ കൊണ്ട് ഒന്നിനും സാധിക്കില്ല, പക്ഷെ നിങ്ങളൊക്കെ നല്ല മിടുക്കരായിട്ടുള്ള ആളുകളാണ്, നിന്നെ കൊണ്ടൊക്കെ അത് സാധിക്കും എന്ന് പറയുന്ന കുറേ ആളുകൾ നമുക്ക് കാണാൻ വേണ്ടി കഴിയും. അപ്പൊ ഇവര് പലപ്പോഴും ലീഡർഷിപ്പ് ആവാൻ ഒരിക്കലും ഇവർ തയ്യാറാവില്ല. നേരത്തെ പറഞ്ഞതുപോലെ സബ്മിസീവ് ആയിട്ടുള്ള വിധേയത്വമുള്ള സ്വഭാവമുള്ള ആളുകളായിരിക്കും ഇവര്. മറ്റുള്ളവരാൽ നയിക്കപ്പെടുന്ന ആളുകളായിരിക്കും, മറ്റുള്ളവർക്ക് വേണ്ടി കൈയടിക്കുന്ന ആളുകളായിരിക്കും, എല്ലായ്പ്പോഴും എല്ലാവരോടും ചേർന്ന് നിൽക്കുന്ന ഒരാളായിട്ട് പോകും. ഐ ആം നോട്ട് ഓക്കെ ബട്ട് യു ആർ ഓക്കെ എന്ന് പറയുന്ന ആളുകൾ അത്ര അപകടകാരികളായിരിക്കില്ല. അപ്പൊ ഇവരിങ്ങനെ മറ്റുള്ളവരാൽ നയിക്കപ്പെടുന്ന ആളുകളായിരിക്കും, മറ്റുള്ളവരോട് ചേർന്ന് നിൽക്കുന്ന സ്വഭാവമുള്ള ആളുകളായിരിക്കും. ഐ ആം നോട്ട് ഓക്കെ, യു ആർ ഓക്കെ എന്ന് പറയുന്ന ആളുകൾ. അവർക്ക് ഈ സമൂഹത്തിനൊക്കെ വിശ്വാസമുണ്ട്, പക്ഷെ അവനവനെ ആത്മവിശ്വാസം വളരെ കുറവായിരിക്കും. അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രശ്നം. മൂന്നാമത്തെ ഒരു നിലപാടുള്ള ആളുകളുണ്ട്, അത് ഇത്തിരി കുറച്ച് അപകടം കൂടിയാണ്. അവർ ഭയങ്കര അരോഗന്റ് ആയിട്ടുള്ള ആളുകളാണെന്ന് പറയുക, അല്ലെങ്കിൽ ഓട്ടോക്രാറ്റുകളായിട്ടുള്ള ഏകാധിപത്യ സ്വഭാവമുള്ള ആളുകൾ, അല്ലെങ്കിൽ പാരനോയിഡുകൾ എന്നൊക്കെ പറയും. പലപ്പോഴും ചില എന്താ പറയുക മാനസിക വൈകല്യമുള്ള ആളുകൾ കൂടിയായിരിക്കും ആ അവസ്ഥയിലുള്ള ആളുകൾ. ആ നിലപാട് ഏതാണ്? ആ നിലപാട് എന്നുള്ളതല്ലേ. ആ നിലപാടെന്ന് പറഞ്ഞാൽ ഐ ആം ഓക്കെ ബട്ട് യു ആർ നോട്ട് ഓക്കെ. ഞാൻ ഓക്കെയാണ്, പക്ഷെ
നിങ്ങളൊന്നും അത്ര ശരിയല്ല എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. നമുക്ക് ഒരുപാട് ഇടങ്ങളിൽ കാണാം, ദാമ്പത്യങ്ങളിൽ കാണാം. നീ എന്നെ ഇങ്ങോട്ടൊന്നും പഠിപ്പിക്കാൻ വരണ്ട കേട്ടോ. ക്ലാസ് മുറിയിൽ കാണാം, അധ്യാപകർ ഉപദേശിച്ച് കൊല്ലും ഇത്തരം ആളുകൾ. ഞങ്ങളൊക്കെ നല്ല ആളുകളാണ്, ഞങ്ങളുടെ കാലഘട്ടമാണ് കാലഘട്ടം, ഈ കാലഘട്ടമൊക്കെ എന്തിനു കൊള്ളാം എന്ന് പറഞ്ഞ് അല്ലെ പുതിയ തലമുറയെ കുറ്റപ്പെടുത്തുന്ന ആളുകൾ. അങ്ങനെ ജോലിയിടങ്ങളിലാണെങ്കിലും ക്ലാസ് മുറികൾക്കകത്താണെങ്കിലും സമൂഹത്തിലൊക്കെ ഇത്തരം ആളുകളെ കാണാം. ഞങ്ങളൊക്കെ ഭയങ്കര മിടുക്കരാണ്, കേമരാണ്, നിങ്ങൾ മോശക്കാരാണ്. സത്യത്തിൽ ഇവര് കേമന്മാരല്ല. താൻ കേമനാണ് എന്ന് ബോധ്യപ്പെടുന്നതിന് വേണ്ടി മറ്റുള്ളവരെയൊക്കെ ഇവര് ഞണ്ടിനെ പോലെ വലിച്ചു താഴെയിടാൻ വേണ്ടി മോശക്കാരാക്കി ചിത്രീകരിക്കാൻ ശ്രമിക്കുന്ന ആളുകളായിരിക്കും. ഇവരാണ് ഈ പറയുന്ന പോലെ ഐ ആം ഓക്കെ, യു ആർ നോട്ട് ഓക്കെ എന്ന് പറയുന്ന ആളുകൾ. അല്ലെ, ഭയങ്കര ഉപദേശികളായിട്ടുള്ള ആൾക്കാരായിരിക്കും ഇവർ കൂടുതലും, ഈ ഒരു സ്വഭാവമുള്ള ആളുകൾ. ഇതാണ് 3 നാലാമത്തേത് ഏതാന്നുള്ളതല്ലേ? നാലാമത്തേതാണ് ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള, അല്ലെ, ഏറ്റവും പെർഫെക്റ്റ് ആയിട്ടുള്ള മനോനില അവിടെയാണ്, ജീവിത നിലപാട് അവിടെയാണ് കാണാൻ വേണ്ടി കഴിയുക. ഐ ആം ഓക്കെ ആൻഡ് യു ആർ ഓക്കെ എന്ന് വെച്ച് കഴിഞ്ഞാൽ എന്താ? ഞാൻ ഓക്കെയാണ്, എന്നെയും കൊള്ളാം, നിങ്ങളെയും കൊള്ളാം, എനിക്ക് നല്ല ആത്മവിശ്വാസമുണ്ട്, നീയും നല്ല മിടുക്കനാണ്, നിങ്ങളും നല്ല മിടുക്കരാണ്, ഈ സമൂഹവും നല്ലതാണ്. ഭയങ്കര ഹോപ്പ്ഫുൾ ആയിട്ടുള്ള ആളുകളായിരിക്കും ഇവർ, നല്ല പ്രതീക്ഷയുള്ള ആളുകളായിരിക്കും. നേരത്തെ പറഞ്ഞ പോലെ ഭയങ്കര അസർട്ടീവ് ആയിട്ടുള്ള, ശുഭാപ്തി വിശ്വാസമുള്ള, ഒപ്റ്റിമിസ്റ്റിക് ആയിട്ടുള്ള ആളുകളായിരിക്കും ഇത്തരം ആളുകൾ. അതാണ് ഇവരുടെ ഏറ്റവും വലിയ പ്രത്യേകത. ഇവർ ആളുകളുടെ ഒപ്പം ടീമായി ചേർന്ന് നിൽക്കും, ഒരു മടിയും ഉണ്ടാവില്ല. ടീമായി ചേർന്ന് നിൽക്കുന്ന ആളുകളായിരിക്കും ഈ ഒരു മനോനിലയുള്ള, ഈ ലൈഫ് പൊസിഷനുള്ള ആളുകൾ. അതുമാത്രമല്ല, ഇവർ വിൻ വിൻ പോളിസി, ഞാൻ മാത്രമല്ല നീയും വിജയിക്കണമെന്ന രീതിയിൽ, അത്തരം ആളുകളാണ് നല്ല ടീം ക്യാപ്റ്റന്മാരൊക്കെ ആയിട്ട് മാറുക, ബിസിനസ്സിലൊക്കെ ആണെങ്കിൽ ജീവിത വിജയത്തിലേക്ക് എത്തുക എന്നുള്ള ഏറ്റവും വലിയ പ്രത്യേകത. ആ മനോനിലയാണ് ഐ ആം ഓക്കെ ആൻഡ് യു ആർ ഓക്കെ എന്ന് പറയുന്നത്. ഞാനും ശരിയാണ്, നിങ്ങളും ശരിയാണ്, എന്നെയും കൊള്ളാം, നിങ്ങളെയും കൊള്ളാം. ഇതാണ് വിൻ വിൻ പോളിസി എന്നൊക്കെ ആ ഒരു ജീവിത നിലപാട് സ്വീകരിക്കുന്ന ആളുകളുടെ പ്രത്യേകത. ഇവരാണ് ടുഗദർ ഈച്ച് ആൻഡ് അച്ചീവ് മോർ, ഒരുമിച്ച് നിന്ന് നമുക്ക് കൂടുതൽ നേട്ടങ്ങൾ ഉണ്ടാക്കാം എന്ന് പറയുന്ന ആളുകൾ. ഇത് മാത്രമല്ല, ഈ മനോനിലയാണ് നമ്മുടേതെങ്കിൽ നമ്മൾ എന്തായിരിക്കും അറിയോ? ആത്മപരിശോധന നന്നായി നടത്തും. മറ്റുള്ളവരുടെ വിമർശനങ്ങളൊക്കെ നമുക്ക് നേരെ വരുമ്പോൾ ആ വിമർശനങ്ങളെയൊക്കെ നമ്മൾ പുഞ്ചിരിയോടെ നേരിടുന്ന ആളുകളായിരിക്കും ഈ പറയുന്ന ഐ ആം ഓക്കെ ആൻഡ് യു ആർ ഓക്കെ എന്ന് പറയുന്ന മാനസിക നിലയുള്ള ആളുകൾ, ജീവിത നിലപാടുള്ള ആളുകൾ. അപ്പൊ ജീവിതത്തിൽ നല്ല നിലപാടുണ്ടാവണം. ഇതിൽ ഏതാണ് നല്ല നിലപാടെന്നത് നമുക്ക് തീരുമാനിക്കാം. ഓക്കെ, മറ്റൊരു വർത്തമാനവും വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം. ഇത്തരം കൊച്ചു വർത്തമാനങ്ങൾ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യണം, ലൈക്ക് ചെയ്യുക, കമന്റ് അല്ലെങ്കിൽ നിങ്ങളുടെ നിർദ്ദേശങ്ങൾ ഇതിൽ കൃത്യമായി രേഖപ്പെടുത്തുക. ഇത് ഗുണകരമാണെങ്കിൽ മറ്റുള്ളവർ കൂടി പങ്കുവയ്ക്കുക. മറ്റൊരു വിശേഷവുമായി നമുക്ക് വീണ്ടും കാണാം.